ദൈവനാമത്തിൻ്റെ മഹത്വമുണ്ടാകട്ടെ. എല്ലാവർക്കും ക്രിസ്തയേശുവിൽ സ്നേഹ വന്ദനം. വിശുദ്ധ ശബത്തിലെ ധ്യാനചിന്ത, സ്നേഹത്തിൽ ഐക്യപ്പെട്ടത്, യുണൈറ്റഡ് ഇൻ ലവ്. അന്നേ ദിവസമുള്ള വേദഭാഗങ്ങൾ: ആവർത്തന പുസ്തകം 4-ാം അധ്യായം 1 മുതൽ 10 വരെ, സങ്കീർത്തനം 30, 1 കൊരിന്ത്യർ 1-ാം അധ്യായം 10 മുതൽ 18 വരെ, വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 15-ാം അധ്യായം 9 മുതൽ 17 വരെയുള്ള തിരുവെഴുത്തുകൾ. ദൈവം ക്രൂശിലൂടെ നൽകിയ സ്നേഹം അതിന് യാതൊരു മാറ്റവുമില്ലാതെ നിലകൊള്ളുമ്പോൾ മനുഷ്യൻ സ്വസ്നേഹികളായും ഐക്യം നഷ്ടപ്പെടുത്തുന്നവരായും മാറുകയാണ്. ഇന്നത്തെ തിരുവചനത്തിൽ എങ്ങനെയാണ് ആ സ്നേഹത്തിലേക്കും ഐക്യത്തിലേക്കും മടങ്ങേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് വളരെ വ്യക്തമായി നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. ഈ സ്നേഹവും ഐക്യവും ഇന്ന് ഭവനങ്ങളിലായാലും സഭകളിലായാലും സമൂഹത്തിലായാലും ദൈവികത്വം ചാലിച്ച സ്നേഹങ്ങളും ഐക്യതകളും വിരളമായി മാത്രമേ നമുക്ക് കാണാൻ കഴിയുന്നുള്ളൂ. ദൈവം വിഭാവന ചെയ്ത സ്നേഹത്തിനോ ഐക്യത്തിനോ ഒരു മാറ്റവുമില്ല. അത് അന്നും ഇന്നും ഒരേപോലെ ഒരു ദൈവ പൈതലിൻ്റെ ജീവിതത്തിൽ വിളങ്ങുകയാണ്. അതിനെ ഒന്നുകൂടി പുതുക്കുവാൻ, നേടിയെടുക്കുവാൻ നാം എങ്ങനെ ദൈവവചനത്തിൽ വിധേയപ്പെടണം എന്നുള്ളതിനെക്കുറിച്ച് വേദപുസ്തകം നമുക്ക് അറിവ് നൽകുകയാണ്. സ്നേഹത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ, ഒരു നാട്ടിൽ മരവും ഒരു കുട്ടിയും തമ്മിൽ വലിയ ചങ്ങാത്തത്തിലായിരുന്നു. കുട്ടിക്ക് പഴങ്ങൾ പറിക്കാൻ മരം ചില്ലകൾ താഴ്ത്തി കൊടുക്കും, കളിക്കാൻ പൂക്കളും ഇലകളും നൽകും. എന്നാൽ വലുതായപ്പോൾ കുട്ടി മരത്തെ മറന്നു. ഒരിക്കൽ മരം പറഞ്ഞു, നിന്നെ ഇപ്പോൾ കാണാനില്ലല്ലോ, ഞാൻ എന്തിനാ വരുന്നത്? നിന്റെ കയ്യിൽ പണമുണ്ടോ? അപ്പോൾ മരം പറയുകയാണ്, എൻ്റെ പൂക്കളും പഴങ്ങളും വിറ്റാൽ നിനക്ക് പണം കിട്ടും. അവൻ അതുപോലെ ചെയ്തു, പണം സമ്പാദിച്ചു. വർഷങ്ങൾക്ക് ശേഷം മരം ചോദിച്ചു, എൻ്റെ കൊമ്പിൽ ഒന്ന് ഊഞ്ഞാലാടാമോ? അവൻ പറഞ്ഞു, ഞാൻ വീട് നിർമ്മിക്കുന്ന തിരക്കിലാണ്. മരം പറഞ്ഞു, എൻ്റെ ശിഖരങ്ങൾ വെട്ടിക്കൊള്ളൂ, നീ വീട് പണിയൂ. അങ്ങനെ അവൻ ശിഖരങ്ങൾ വെട്ടി മനോഹരമായ വീട് പണിതു. കാലങ്ങൾക്ക് ശേഷം ഈ മരം കണ്ടപ്പോൾ ചോദിച്ചു, നീ എന്നെ ഒന്ന് കെട്ടിപ്പിടിച്ച് ആശ്ലേഷിക്കാമോ? അവൻ പറഞ്ഞു, എനിക്ക് അതിനിപ്പോൾ ഒട്ടും സമയമില്ല, ഞാൻ നാട് വിടാൻ പോകുന്നു, അതിനൊരു ബോട്ട് ഉണ്ടാക്കേണ്ട ധൃതിയിലാണ്. അപ്പോൾ മരം പറഞ്ഞു, എന്നെ വെട്ടിക്കൊള്ളൂ. അവൻ ഈ മരത്തെ വെട്ടി ബോട്ടുണ്ടാക്കി അവൻ യാത്ര തുടർന്നു. ആ മരം കുറ്റിയായി അവിടെ നിൽപ്പുണ്ട്. സ്നേഹത്തിനും സ്വാർത്ഥതയ്ക്കും രണ്ട് ഭാവങ്ങളാണ്. ഒന്ന് നൽകലിൻ്റെയും മറ്റേതിന് പിടിച്ചു വാങ്ങലിൻ്റെയും. സ്നേഹത്തിന് അഹംഭാവമില്ല, വീഴ്ചയും സ്വയം ചെറുതാകലും മാത്രമാണ്. തന്നിലേക്ക് വലിച്ച് അടിപ്പിക്കുന്നതല്ല, താഴേക്ക് ഇറങ്ങി വരുന്നതാണ് സ്നേഹം. പകരമൊന്നും പ്രതീക്ഷിക്കാത്ത സ്നേഹത്തിന് മാത്രമേ പരിശുദ്ധമായി നിലനിൽക്കാൻ കഴിയുകയുള്ളൂ. ആവശ്യമുള്ളപ്പോൾ മാത്രം സ്നേഹിക്കുന്നവരുണ്ടാകും. ഉള്ളിൽ വിരോധം നട്ടുവളർത്തി പുറമേ സ്നേഹത്തിൻ്റെ ഇല പൊഴിക്കുന്നവരുമുണ്ടാകും. തിരിച്ച് ലഭിക്കുന്നതനുസരിച്ച് അളന്ന് സ്നേഹിക്കുന്നവരുമുണ്ടാകും. അങ്ങനെ സ്നേഹിച്ചാൽ സ്നേഹം വിഷമയമാകും. ആരുടെ മുൻപിലും തിരിച്ച് ചോദിക്കാത്ത സ്നേഹത്തിൻ്റെ വിത്തുകൾ നമുക്ക് വിതറാനാകണം. ഇതാണ് നിസ്വാർത്ഥമായ സ്നേഹം. എന്താണ് ഐക്യം? കലഹിച്ച് നടന്നിരുന്ന ഒരു പിതാവിന് 5 മക്കൾ. ഈ പിതാവ് തൻ്റെ മരണക്കിടക്കയിൽ വെച്ച് തൻ്റെ 5 മക്കളെയും അരികിൽ വിളിച്ച് 5 കമ്പുകൾ കൂട്ടിക്കെട്ടി 5 മക്കളുടെ കയ്യിൽ കൊടുത്തിട്ട് പിതാവ് പറഞ്ഞു, ഇതിനെ ഒടിക്കുക. 5 പേർക്കും അത് ഒടിക്കാൻ കഴിഞ്ഞില്ല. അതിനുശേഷം ഈ പിതാവ് അതിനെ വാങ്ങി കെട്ടഴിച്ച് 5 മക്കൾക്കും ഓരോ കമ്പുകൾ നൽകി. എന്നിട്ട് അതിനെ ഒടിക്കാൻ പറഞ്ഞു. വളരെ ലാഘവത്തോടുകൂടെ 5 മക്കളും ഒടിച്ചു. ഐക്യമായിരിക്കേണ്ടതിൻ്റെ ആവശ്യകതയാണ് അതിലൂടെ ഈ പിതാവ് മക്കളെ ബോധ്യപ്പെടുത്തിയത്. ഐക്യത്തെക്കുറിച്ച് ഹെൻഡക്കി എന്ന ദൈവവചന ചിന്തകൻ ഇങ്ങനെ പറയുകയാണ്, ഒന്നിച്ചു നിന്നാൽ നമുക്ക് ആരെയും നേരിടാം. അഭിപ്രായ ഭിന്നതകളുണ്ടായാൽ നശിക്കുകയും ചെയ്യാം. സ്നേഹത്തെക്കുറിച്ച് വില്യം ഷേക്സ്പിയർ പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്? സ്നേഹം കണ്ണുകൊണ്ടല്ല, സ്നേഹം ഹൃദയം കൊണ്ടാണ് നോക്കുന്നത്. സ്നേഹത്തിൽ ഐക്യപ്പെട്ട് വളരാൻ ദൈവ ജനത്തോട് തിരുവെഴുത്ത് ശക്തമായി സംവദിക്കുകയാണ്. സ്നേഹമാണ് ആത്മാവിൻ്റെ ഏറ്റവും വലിയ ഫലം. അഗപ്പെ എന്ന വാക്കാണ് ഗ്രീക്കിൽ സ്നേഹത്തിന് നൽകിയിരിക്കുന്നത്. അഗപ്പെ എന്ന വാക്കിന് അർത്ഥം കുലീനവും ദൈവീകവുമായ സ്നേഹം. ഇതിന് എബ്രായ ഭാഷയിൽ അവവാഹ് എന്ന പദമാണ് രേഖപ്പെടുത്തുന്നത്. സ്പെറ്റോജൻറ്റിൽ 114 തവണ ഈ അഗപ്പയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പുതിയ നിയമത്തിൽ 115 പ്രാവശ്യവും ക്രിയാരൂപമായി 142 പ്രാവശ്യവും പറഞ്ഞിട്ടുണ്ട്. എക്യുമെനിക്കൽ എന്ന പദമുണ്ടായത് ലാറ്റിൻ വാക്കായ
ഒയ്ക്യോമെനിക്കസ് എന്ന വാക്കിൽ നിന്നാണ്. ലോകം മുഴുവനും എന്നാണ് ഈ വാക്കിൻ്റെ ആക്ഷരികമായ അർത്ഥം. ഒരു സമൂഹമായി ഐക്യത്തിൽ വളരാനും ദൈവസ്നേഹത്തിൽ നിലനിൽക്കാനും ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കാനും സഭയായി ഒരുമിച്ച് കൂടുവാനും ആ ദർശനാത്മകമായ ജീവിതത്തിൽ ജീവിക്കുവാനാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. മനുഷ്യനും ദൈവവും, മനുഷ്യനും പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് സ്നേഹവും ഐക്യവുമാണ്. ദക്ഷിണാഫ്രിക്കയുടെ ശില്പിയായ നെൽസൺ മണ്ടേല കഠിനമായ യാതനകൾ അനുഭവിച്ച് സ്വാതന്ത്ര്യം നേടിക്കൊടുത്ത ഒരു വ്യക്തിയാണ്. അധികാരം കൈവന്നപ്പോൾ തന്നെ പീഡിപ്പിച്ച വെളുത്ത വർഗക്കാരോട് അദ്ദേഹം വിദ്വേഷമോ വൈരാഗ്യമോ കാണിക്കാതെ അവരെ ചേർത്ത് പിടിക്കുകയാണ്. ഒടുവിൽ ഈ വെളുത്ത വർഗക്കാർ ഈ ഇദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരായി തീർന്നുവെന്നാണ് ചരിത്രം രേഖപ്പെടുത്തുന്നത്. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തെ നമ്മൾ ചേർത്ത് പിടിച്ചാൽ നമ്മുടെ കുടുംബത്തെ നാം ചേർത്ത് പിടിക്കും. അവിടെ സ്നേഹവും ഐക്യവും വളരും, സഭയിൽ വളരും, സമൂഹത്തിൽ വളരും. ഈ വെല്ലുവിളി നേടിക്കൊണ്ടിരിക്കുന്ന ഈ സ്നേഹത്തിനും ഐക്യത്തിനും പുതിയ മാനം പകരുന്നതാണ് ഇന്നത്തെ തിരുവെഴുത്തുകൾ. ആ തിരുവെഴുത്തുകളെ സാക്ഷ്യമാക്കി സ്നേഹത്തിലും ഐക്യത്തിലും വളരുവാനായി ഇന്നത്തെ ചിന്തകൾ നമ്മെ പ്രചോദിപ്പിക്കുകയാണ്. 3 ചിന്തകൾ ഒരുമിച്ച് ചിന്തിക്കാമെന്ന് ആഗ്രഹിക്കുന്നു. ഒന്നാമത്തെ ചിന്ത, ദൈവത്തോടുള്ള സ്നേഹവും ഐക്യവും ന്യായപ്രമാണത്തിലെ പ്രധാന കൽപ്പനകളിലൂടെ ആർജിച്ചെടുക്കേണ്ട ഒരു പ്രത്യേക സമ്പത്താണ്. സ്നേഹം എന്നത് ക്രിസ്തുവിൽ വലയം പ്രാപിക്കാനുള്ള ഒരു ക്ഷണമാണ്. ന്യായപ്രമാണം നമ്മെ എന്താണ് കൽപ്പിക്കുന്നത്? ഞാൻ നിങ്ങൾക്ക് പുതിയൊരു കൽപ്പന തരുന്നു, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ തമ്മിൽ സ്നേഹിക്കണം. നിങ്ങൾ അങ്ങനെ സ്നേഹിച്ചാൽ നിങ്ങൾ അറിയപ്പെടുന്നത് എൻ്റെ ശിഷ്യന്മാരെന്നാണ്. ദൈവത്തിൻ്റെ ശിഷ്യരാകണമെങ്കിൽ ദൈവത്തെ നമ്മൾ സ്നേഹിക്കണം. ആ സ്നേഹം കുടുംബങ്ങളിലേക്കും സഹജീവികളിലേക്കും നൽകി കൊടുക്കണം എന്നുള്ളതാണ്. ആവർത്തന പുസ്തകം തന്നെ ദൈവം തൻ്റെ മക്കളോടുള്ള സ്നേഹത്തെക്കുറിച്ചും ഭക്തിയെക്കുറിച്ചും അനുസരണയെക്കുറിച്ചും ആവർത്തിച്ച് വ്യക്തമാക്കുകയാണ്. ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ഇസ്രായേൽ ജനത്തെ ഐക്യത്തോടെ നിൽക്കുവാൻ മോശ പലപ്പോഴും അവരോട് ആഹ്വാനം ചെയ്യുകയാണ്. അതുകൊണ്ട് നിങ്ങൾ ദൈവത്തിനായി വേർതിരിക്കപ്പെട്ടിരിക്കുന്നുവെന്നും മോശ അവരെ ഓർമ്മിപ്പിക്കുന്നു. ദൈവം തിരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് മാത്രമേ ആരാധിക്കാവൂ എന്ന് മോശ അവർക്ക് കർശന നിർദ്ദേശം നൽകി. അവരുടെ ഐക്യത്തെ നിലനിർത്താൻ വേണ്ടിയായിരുന്നു മോശ ഈ നിർദ്ദേശം വച്ചത്. ദൈവത്തിൻ്റെ സ്നേഹം എത്ര അഗാധമാണ്. ദൈവം നമ്മെ സ്നേഹിക്കുവാൻ പഠിപ്പിച്ചിരിക്കുകയാണ്. ദൈവം നമ്മെ സ്നേഹിക്കുമ്പോൾ ആ സ്നേഹത്തിൽ നിലനിൽക്കണം. ആ ദൈവത്തെ സ്നേഹത്തിൽ നിലനിൽക്കണമെങ്കിൽ ഒന്ന്, കൽപ്പനകൾ, വിധികൾ നമ്മൾ കേൾക്കാനും ഹൃദയത്തിലേറ്റെടുത്ത് അനുസരിക്കുവാനും തയ്യാറാകണം. യഹോവയോട് പറ്റിച്ചേർന്നവർ ഇന്ന് ജീവനോടിരിക്കുകയാണ്. അവരുടെ കുടുംബങ്ങൾ സ്വസ്ഥമായിരിക്കുകയാണ്. അവരുടെ മക്കൾ സമാധാനത്തോടുകൂടെ ഇരിക്കുകയാണ്. അവരുടെ ഭാവികൾ അനുഗ്രഹീതമായ തലങ്ങളിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. കൽപ്പനകൾ അനുസരിച്ച് പ്രമാണിച്ച് ദൈവത്തെ സ്നേഹിക്കുന്ന കുടുംബങ്ങൾക്ക് ദൈവം അടുത്തിരിക്കുകയാണ്. ദൈവം അടുത്തിരിക്കുന്ന ഇത്ര നല്ല ശ്രേഷ്ഠജാതി ആരുള്ളൂ? ലോകത്തിൽ വെച്ച്, ലോക പ്രമാണങ്ങളിൽ വെച്ച് ഇത്ര നീതിയുള്ള, ന്യായമുള്ള, ഇൻപമുള്ള ചട്ടങ്ങളും വിധികളും അത് അനുഭവിക്കുന്ന ശ്രേഷ്ഠജാതി ഏതുള്ളൂ? തിരുവെഴുത്തുകൾക്ക്, കൽപ്പനകൾക്ക് നമ്മുടെ ജീവിതത്തിന് വളരെ സ്വാധീനമുണ്ട്. ഈ സ്വാധീന വലയത്തിൽ ഉൾപ്പെടാതെ ഒരിക്കലും ദൈവത്തെ സ്നേഹിക്കാൻ നമുക്ക് കഴിയില്ല. ദൈവസ്നേഹത്തിൻ്റെ നിറവിൽ നീ കണ്ടിട്ടുള്ള കാര്യങ്ങൾ നീ മറക്കരുത്. ആയുഷ്കാലത്തൊരിക്കലും അവ നിൻ്റെ മനസ്സിൽ നിന്നോ ഹൃദയത്തിൽ നിന്നോ വിട്ടുപോകരുത്. നിന്നെ തന്നെ ജാഗ്രതയോടെ നീ കാത്തുകൊള്ളണം. നിൻ്റെ മക്കളോടും മക്കളുടെ മക്കളോടും അവയെക്കുറിച്ച് ഉപദേശിക്കണം. ദൈവസ്നേഹത്തെ ഇന്നത്തെ തലമുറയെ ഉപദേശിക്കണം. തിരുവചനത്തെക്കുറിച്ച്, അതിന് നിദാനമായ കൽപ്പനകളെക്കുറിച്ച്, ചട്ടങ്ങളെക്കുറിച്ച്, വിധികളെക്കുറിച്ച് ഇന്നത്തെ തലമുറയോട് നമ്മൾ ഉപദേശിക്കണം. നീ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന നാളൊക്കെയും എന്നെ ഭയപ്പെടുവാൻ പഠിക്കുകയും തങ്ങളുടെ മക്കളെ പഠിപ്പിക്കുകയും വേണം എന്ന് കൽപ്പിച്ചുവല്ലോ. ഉള്ളിൽ അല്പമെങ്കിലും ദൈവഭയമുള്ളവർക്ക് ദൈവസ്നേഹമുണ്ടാകും. ആ സ്നേഹം വളരും. അല്ലാത്തവരുടെ ഉള്ളിൽ സ്നേഹമെന്ന വിത്തിൽ പിശാച് കളവിതറി സ്നേഹമെന്ന വിത്ത് മുളയ്ക്കാതിരിക്കുകയാണ്. ആ വിത്ത് ചീർത്തു പോവുകയാണ്. ആ സ്നേഹം ആർജിച്ചെടുക്കണമെങ്കിൽ ന്യായപ്രമാണത്തിൻ്റെ കീഴിൽ നമ്മൾ ഇരിക്കണം. അതെന്താണെന്ന് കേൾക്കണം, അത് പഠിക്കണം, അത് പഠിച്ചു വളരണം, അത് ഗ്രഹിക്കണം, സംഗ്രഹിക്കണം. അത് നമ്മുടെ പാതകളിൽ വെളിച്ചമാക്കി മാറ്റണം. കുടുംബത്തിൽ വെളിച്ചമാക്കി മാറ്റണം. നമ്മുടെ സമൂഹത്തിൽ അത് വെളിച്ചമാക്കി മാറ്റണം.
സങ്കീർത്തനം 133 പറയുന്നു, ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരവും ആകുന്നു. ഇതൊരു വചനവ്യവസ്ഥയാണ്. ഇതിനുള്ളിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ കഴിയണം. വൈവിധ്യം മനോഹരമാണ്, ശൂന്യതയും നല്ലതാണ്. എല്ലാവരും ഒരുപോലെ ജീവിക്കുന്നതിനേക്കാൾ നല്ലത് വൈവിധ്യം നിലനിർത്തി സ്നേഹത്തിൽ ജീവിക്കുന്നതാണ് നല്ലത്. എല്ലാവരുടെയും മനസ്സിൽ, ഹൃദയത്തിൽ നന്മ എന്ന ലക്ഷ്യമുണ്ടെങ്കിലേ സ്നേഹം യാഥാർത്ഥ്യമാകും. മലാഖി പ്രവചൻ്റെ പുസ്തകം 1-ാം അധ്യായം, ഞാൻ യാക്കോബിനെ സ്നേഹിക്കുന്നു, ഏശാവിനെ ദേഷിക്കുന്നു. ദൈവം ദേഷിക്കുന്നിടത്ത് സ്നേഹമല്ല വളരുന്നത്, വളർച്ചയല്ല ഉണ്ടാകുന്നത്, വിളർച്ചയാണ്. ഏശാവിനെ ദേഷിക്കുന്ന സ്ഥാനത്തവിടെ പറയുന്നത്, അവൻ്റെ പർവ്വതം ശൂന്യമാകും, അവൻ്റെ അവകാശം മരുഭൂമിയിലെ കുറുനരികൾക്ക് ആകും. ഞാൻ അപ്പനെങ്കിൽ എന്നോടുള്ള ബഹുമാനം നിങ്ങൾക്ക് എവിടെ? അതൊരു ചോദ്യമാണ്. ദൈവകൽപ്പനകൾക്ക് വിധേയപ്പെടുന്ന ഒരു കുടുംബം, ഒരു ദൈവ പൈതൽ ദൈവത്തെ ബഹുമാനിക്കും. ആ കുടുംബത്തിൽ വളരുന്ന മാതാവും പിതാവും സ്വയം ബഹുമാനിക്കും, മക്കൾ അവരെ ബഹുമാനിക്കും. ആ ബഹുമാനം സഭയിലേക്കും തലമുറകളിലേക്കും ഒഴുകുകയാണ്. രണ്ടാമത്തെ ചോദ്യം, ഞാൻ യജമാനനെങ്കിൽ എന്നോടുള്ള ഭക്തി എവിടെ? ബഹുമാനം, ഭക്തി ദൈവത്തോടുള്ള ഒരു സ്നേഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. ദൈവത്തെ സ്നേഹിക്കുമ്പോൾ ഭക്തി ഉണ്ടാകുന്നു. ആ ഭക്തി ശരിയായ ജ്ഞാനം നൽകുന്നു, ശരിയായ ദിശാബോധം നൽകുന്നു, ശരിയായി ജീവിക്കാനുള്ള ഒരു നേർക്കാഴ്ച നൽകുകയാണ്. കൽപ്പനകൾക്ക് വിധേയപ്പെട്ട് അനുസരിച്ച് നമ്മുടെ ജീവിതത്തെ, ഈ കൽപ്പനകളെ, തിരുവെഴുത്തുകളെ പ്രകാശമാക്കി തീർത്താൽ നമ്മുടെ കുടുംബം പ്രകാശമാകും, നമ്മുടെ ഹൃദയം പ്രകാശമാകും, ജീവിതം ആകമാനം പ്രകാശിക്കും. അതിനുവേണ്ടി ജീവിതങ്ങളെ ന്യായപ്രമാണത്തിൻ്റെ ചട്ടങ്ങളിലേക്കും വിധികളിലേക്കും ഏൽപ്പിച്ചു കൊടുക്കുക. അത് കേട്ട് അംഗീകരിച്ച് ഫലവത്തായി ചെയ്യുക. രണ്ടാമതായി, സ്നേഹത്താലുള്ള ഐക്യം നല്ല പ്രവൃത്തിയാൽ ഭിന്നതകളും പക്ഷവും വെടിഞ്ഞ് ക്രിസ്തുവിനോടുകൂടെ നടക്കാനുള്ളതാണ്. പൗലോസ് നമ്മെ പഠിപ്പിക്കുകയാണ്, നാം ആരുടെയും പക്ഷക്കാരാകരുത്. പൗലോസിൻ്റെ പക്ഷക്കാരെന്നോ അപ്പൊലോസിൻ്റെ പക്ഷക്കാരെന്നോ കേഫാവിൻ്റെ പക്ഷക്കാരെന്നോ ഒന്നും നമ്മൾ പറയാൻ പാടില്ല. അങ്ങനെ ചെയ്യുമ്പോൾ നാം ക്രിസ്തുവിൻ്റെ ക്രൂശിനെ വ്യർത്ഥമാക്കുകയാണ്. ക്രിസ്തു ക്രൂശിലൂടെ പക്ഷഭേദമില്ലാതെ നമ്മെ സ്നേഹിച്ചു, വേർപാടിൻ്റെ നടുച്ചുവർ ഇടിച്ചു കളഞ്ഞു. ഇന്ന് ഒരുപാട് കുടുംബങ്ങളിൽ പക്ഷഭേദം വെച്ച് മക്കളെ സ്നേഹിക്കും. യേശാവ് യാക്കോബിൻ്റെ ജീവിതം നമ്മൾ പഠിക്കുമ്പോൾ അവിടെ ഒരു പാർഷ്യാലിറ്റിയാണ് ആ കുടുംബത്തിൻ്റെ തകർച്ചയ്ക്ക് കാരണമായി തീരുന്നത്. അപ്പൻ യേശാവിനെ സ്നേഹിക്കുന്നു, അമ്മ യാക്കോബിനെ സ്നേഹിക്കുന്നു. രണ്ട് സ്നേഹം അവിടെ നിറഞ്ഞു നിൽക്കുമ്പോൾ ആ സഹോദരങ്ങൾക്കിടയിൽ ആ സ്നേഹത്തിൻ്റെ വികൃത ഭാവം ഉണ്ടാവുകയാണ്. അപ്പനിൽ നിന്നും അമ്മയിൽ നിന്നും ഒഴുകിയ ആ പക്ഷാഭേദമുള്ള സ്നേഹം സഹോദരങ്ങൾക്കിടയിൽ അത് വികൃതമായി മാറുകയാണ്, അത് ഉലച്ചിലായി മാറുകയാണ്. കുടുംബങ്ങൾക്കുള്ളിൽ സ്നേഹം തുല്യമായി പങ്കുവെക്കണം. അത് ഭക്ഷണത്തിലായാലും വസ്ത്രത്തിലായാലും ഏതു കാര്യങ്ങളിലായാലും കുടുംബത്തിൽ മക്കൾക്ക് തുല്യമായി സ്നേഹം പങ്കുവെക്കണം. അവിടെ പക്ഷാഭേദം കാണിക്കരുത്. കാലം ചെയ്ത മെത്രോപ്പൊലിത്ത മാർ ക്രിസോസ്റ്റം തിരുമേനിയുടെ ആത്മകഥയിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഒരിക്കൽ തീന്മേശയിൽ വന്നപ്പോൾ അവർ 8 പേരാണ്. ഒരു മുട്ടയേ ഉള്ളൂ. എല്ലാ ദിവസവും തീന്മേശയിൽ മുട്ട ഉണ്ടാകണമെന്നില്ല. ആർക്ക് വേണോ ആ മുട്ട എടുത്ത് കഴിക്കാം. പക്ഷെ ആരും തൊടുന്നില്ല. ആ ഇളയവനോട് സഹോദരങ്ങൾ പറയുകയാണ്, നീ എടുത്ത് കഴിച്ചോ. ആ ഇളയ ആളും എടുക്കുന്നില്ല. അമ്മ ഇതെല്ലാം നോക്കി നിന്ന ശേഷം ഫ്രണ്ടിലോട്ട് ആ മുട്ടയെ എടുത്ത് 8ആയി ഭാഗിക്കുകയാണ്. അപ്പനും അമ്മയടക്കം 6 മക്കൾ, അങ്ങനെ 8 പേർ. ഈ ഒറ്റ മുട്ടയെ 8ആയി ഭാഗിച്ച് തീന്മേശയിൽ വെച്ച് എല്ലാവർക്കും അല്പം ലഭിക്കുകയാണ്. ഇതാണ് സ്നേഹം. ഒരുപോലെ പങ്കുവയ്ക്കാൻ കഴിയണം, തുല്യത പങ്കുവയ്ക്കാൻ കഴിയണം. അങ്ങനെ യാക്കോബും ഏശാവും അവിടെ ഭിന്നതയിലേക്ക് പോകുന്നു. ഭവനം വിട്ട് തന്നെ യാക്കോബിന് ഓടേണ്ടി വരികയാണ്. ആ ഭവനത്തിലെ താമസം പോലും അന്യപ്പെട്ടു പോവുകയാണ്. ഇന്നത്തെ തലമുറയിൽ നമ്മുടെ എത്ര കുടുംബങ്ങൾക്കുള്ളിൽ ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണ്. സഹോദരങ്ങൾക്കിടയിലുള്ള പ്രശ്നങ്ങൾ. ബേബീസുമായി സഭയിൽ കടന്നു പോകുമ്പോൾ ഒരു കൊച്ചു കുഞ്ഞ് അമ്മൂമ്മയുടെ ഒക്കത്തിരിക്കുന്നു, അദ്ദേഹം മൂത്ത പൈതൽ താഴെ നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ പെട്ടെന്ന് പോയി ആ കുഞ്ഞിനെ കയ്യിൽ വാങ്ങിച്ചു. കയ്യിൽ വാങ്ങുമ്പോൾ ഈ കീഴെ നിൽക്കുന്ന മോൻ പറയുകയാണ്, അച്ഛ വാവയെ എടുക്കരുത്, എന്നെ എടുക്കണം. എന്ന് ശേഷം ഈ അമ്മച്ചിയോട് ചോദിച്ചു, എന്താണ് ഈ മോൻ ഇങ്ങനെ പറയുന്നത് കാരണം? അപ്പോൾ അമ്മച്ചി പറഞ്ഞതാണ്, അവന് ഈ കുഞ്ഞിന് മാതാപിതാക്കൾ അല്പം കൂടെ ഇളയ പൈതൽ എന്ന നിലയിൽ സ്നേഹം കൊടുക്കുകയാണ്. അതവന് ഇഷ്ടമില്ല. അവൻ എപ്പോഴും പറയുന്നത് വാവയോടാണ് പപ്പയ്ക്കും അമ്മയ്ക്കും സ്നേഹം, അമ്മച്ചിക്ക് സ്നേഹം, എന്നോട് സ്നേഹമില്ല. ആ കുഞ്ഞിൻ്റെ ഉള്ളിൽ ആ ഒരു കനൽ വീണതുകൊണ്ടാണ് ആ കുഞ്ഞിങ്ങനെ പറയാനിടയായത്. കുടുംബത്തിനുള്ളിൽ മക്കൾക്ക് തുല്യമായി സ്നേഹം പങ്കുവയ്ക്കുമ്പോൾ അത് അനുഗ്രഹമായിട്ട് മാറുകയാണ്. കുടുംബ തകർച്ചയ്ക്ക് വഴിവെക്കുന്നില്ല. സ്നേഹത്തിനും ഐക്യത്തിനും അത് വഴിവെച്ച് മുന്നോട്ട് സന്തോഷത്തോടെ പ്രയാണം ചെയ്യുകയാണ്. യാക്കോബിന് വാർദ്ധക്യത്തിൽ ലഭിച്ച പുത്രനാണ് യോസേഫ്. അങ്ങനെ അവന് വിശേഷമായ നിലയെങ്കിൽ തയ്പ്പിച്ചു കൊടുക്കുകയാണ്. അവനോട് മറ്റു സഹോദരങ്ങൾക്ക് അസൂയ തോന്നുന്നു.
അപ്പന് ഇത്രയും സ്നേഹം അവനോടുള്ളത് കൊണ്ട് ഈ സഹോദരങ്ങൾക്ക് അവനോട് അസൂയയും വെറുപ്പും തോന്നുകയാണ്. പിന്നെ അവനെ എങ്ങനെ നശിപ്പിക്കാമെന്നവർ പദ്ധതിയിടുകയാണ്. ആ കുടുംബത്തിൽ സ്നേഹം വ്യത്യസ്ത ഭാവങ്ങളിൽ ഒഴുകുമ്പോൾ ആ കുടുംബത്തിനകത്തും സഹോദരങ്ങൾക്കിടയിലെ തകർച്ച അവിടെ ഉണ്ടാവുകയാണ്. അതുകൊണ്ട് ഒരുപോലെ സ്നേഹം, പക്ഷഭേദമില്ലാതെ സ്നേഹം പങ്കുവയ്ക്കണം. അത് കുടുംബത്തിലും സഭയിലും പക്ഷഭേദമില്ലാതെ ദൈവത്തെ സ്നേഹിക്കാൻ കഴിയണം. ദൈവത്തിൻ്റെ ശരീരമായ ആലയത്തിൽ നമ്മൾ ഒരുമിച്ച് ആരാധിക്കേണ്ടവരാണ്. ക്രിസ്തുവിൻ്റെ ശരീരത്തിലാണ് നാം ആരാധന പങ്കിടുന്നത്. ശരീരത്തിൽ അവയവങ്ങൾ ഒന്നായിരിക്കുന്നത് പോലെ ഞാനും നിങ്ങൾ ക്രിസ്തുവിൽ ഒന്നായിരിക്കണം. ക്രിസ്തുവുമായി കൂട്ടായ്മ പങ്കിടുന്ന ആലയത്തിൽ നമ്മൾ ഒന്നായി മാറണം. അവിടെ ഒരു പക്ഷാഭേദമില്ലാതെ ഒരുമിച്ച് പ്രവർത്തിപ്പാൻ നമുക്ക് കഴിയണം. പൗലോസ് വളരെ ദർശനാത്മകമായാണ് പറയുന്നത്, എല്ലാവരും ഒന്ന് തന്നെ സംസാരിക്കണം, നിങ്ങളുടെ ഇടയിൽ ഭിന്നത ഭവിക്കരുത്. കുടുംബത്തിലെ പിതാവിൻ്റെയോ മാതാവിൻ്റെയോ ഒരു വാക്ക് മതി ഭിന്നത ഉണ്ടാക്കാൻ. മക്കളുടെ ഒരു വാക്ക് മതി ഭിന്നത ഉണ്ടാക്കാൻ. വാക്കുകൾ ഊവ് എങ്കിൽ ഊവ് എന്നും ഇല്ല എങ്കിൽ ഇല്ല എന്നും ഇരിക്കട്ടെ, ഉപ്പിനാൽ രുചി വരുത്തുന്നതുമായിരിക്കട്ടെ. അത് കുടുംബത്തിലും വളരെ അരക്ഷിതാവസ്ഥകൾ ഉണ്ടാക്കും. സഭയിലും ഒരു ചെറിയ വാക്ക് മതി അവിടെ ഒരു ഭിന്നത ഉണ്ടാക്കാൻ. എല്ലാവരും ഒന്ന് തന്നെ സംസാരിക്കണം, കുടുംബത്തിലെ എല്ലാവരും. അതിന് ദൈവികത്വം എന്ന ഭാവം നമ്മുടെ ഉള്ളിൽ നിറയുമ്പോഴാണ് നമ്മുടെ വാക്കുകൾ ഇടർച്ചയില്ലാതായി മാറുന്നത്. ചില കുടുംബങ്ങളിൽ അമ്മാവിയമ്മയും മരുമക്കളും തമ്മിലുള്ള പ്രശ്നങ്ങളുണ്ട്. ചെറിയ വാക്കായിരിക്കും ഒരു വലിയ പൊട്ടിത്തെറിയിലേക്ക് പോകുന്നത്. ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ, പിതാവ് മാതാവ് ബന്ധത്തിൽ, മക്കളുമായുള്ള ബന്ധത്തിലൊക്കെയും നിസ്സാരമായ ചെറിയ വാക്കുകൾ, അയോഗ്യമായി നമ്മൾ പുറപ്പെടുവിക്കുന്ന ചില വാക്കുകൾ, നമ്മുടെ നാവിൽ നിന്നും പുറപ്പെട്ടു വരുന്ന ചില വാക്കുകൾ. യാക്കോബ് പറയുന്നത് പോലെ നാവ് ചെറിയ അവയവമാണെങ്കിലും വളരെയേറെ വമ്പ് പറയുന്നു. ചെറിയ തീ വലിയ കാടിനെ കത്തിക്കുന്നത് പോലെ നാവ് ചെറിയ അവയവമാണെങ്കിലും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ഒരു കുടുംബത്തിൽ നല്ല വാക്ക് പറഞ്ഞ് നമ്മൾ ശീലിക്കണം. അതിന് നമ്മുടെ ഉള്ളിൽ ദൈവികത്വം നിറയണം. പിന്നെ പറയും, നിങ്ങളുടെ ഇടയിൽ ഭിന്നത ഭവിക്കരുത്. ഭിന്നത ഭവിക്കരുത് എന്ന് പൗലോസ് പറയുമ്പോൾ നമ്മുടെ വാക്കുകൾ, നോട്ടങ്ങൾ, കാഴ്ചപ്പാടുകൾ ശരിയാകണം, മനോഭാവങ്ങൾ ശരിയാകണം, ക്രിസ്തുവിൻ്റെ ഗുണമുള്ളവരായി മാറണം. ക്രിസ്തുവിൻ്റെ സൽഗുണം എന്ന ഭാവം നമ്മുടെ ജീവിതത്തിൽ നിറയണം. നിങ്ങളുടെ ഇടയിൽ ഭിന്നത ഭവിക്കാതെ ഏക മനസ്സിൽ, ഏക അഭിപ്രായത്തിൽ നിങ്ങൾ യോജിച്ചിരിക്കണം. ഏക മനസ്സ് അതിന് ഉണ്ടാകണം, ഏക ഹൃദയം ഉണ്ടാകണം. ഇത് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുമ്പോൾ ഞാൻ നിങ്ങളെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമം ചൊല്ലി പ്രബോധിപ്പിക്കുന്നു. ദൈവിക സ്നേഹം അന്നും എന്നും ഒരുപോലെ ഒരു നല്ല മുത്തായിട്ട് തിളങ്ങി നിൽക്കുകയാണ്. മനുഷ്യൻ്റെ മനോഭാവങ്ങളും ചിന്താഗതികളുമാണ് ഈ സ്നേഹത്തിനെതിരാകുന്നത്. സന്തോഷം സദാ നമ്മൾ ചിന്തയിൽ വാഴാൻ ചിന്തകളെ നമ്മൾ നന്നാക്കണം. നമ്മുടെ ജീവിതത്തെ നമ്മൾ നന്നാക്കുമ്പോഴാണ് ദൈവ സ്നേഹത്തിൻ്റെ മാധുര്യം നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കാൻ കഴിയുന്നത്. എഫേസ്യ ലേഖന 4-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യത്തിൽ പറയുന്നു, നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമാവണ്ണം സ്നേഹത്തിൽ ജീവിക്കാൻ. അതിന് നമുക്ക് വേണ്ടത് പൂർണ്ണ വിനയം, സൗമ്യത, ദീർഘക്ഷമയോടെ നമ്മൾ നടക്കണം. സ്നേഹത്തിൽ അന്യോന്യം പൊറുക്കുകയും ആത്മാവിൻ്റെ ഐക്യത, സമാധാന ബന്ധത്തിൽ കാക്കുവാൻ നമ്മൾ ശ്രമിക്കണം. വിശുദ്ധിയിൽ ജീവിക്കാൻ, ക്ഷമയിൽ ജീവിക്കാൻ, സഹനത്തിൽ താഴ്മയിൽ ജീവിക്കാൻ സ്നേഹമെന്ന ഒരു വലിയ ആയുധം നമ്മൾ മിനുക്കിയെടുക്കേണ്ടതായിട്ടുണ്ട്. സ്നേഹമാണ് അഖില സാരമൊഴിയിൽ എന്ന കവിവാക്യം എത്ര സാരവത്താണ്. സ്നേഹം വീണ്ടെടുക്കുന്നതാണ്, അത് സ്വാർത്ഥരഹിതമാണ്. ഏറ്റവും സന്മനസ്സുള്ളതും വിട്ടുകൊടുക്കുന്നതും ഇല്ലാതാകുന്നതുമാണ് അഗപ്പെ എന്ന് പറയുന്നത്. എഫേസ്യ ലേഖനം 4-ാം അധ്യായം 14 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ പറയുന്നു, ശത്രുവിൻ്റെ ഇംഗിതങ്ങളിൽ, ചതികളിൽ, ഉപായത്തിൽ നമ്മെ തെറ്റിച്ചു കളയുന്ന തന്ത്രങ്ങളിൽ കുടുങ്ങിപ്പോകുന്ന ഉപദേശത്തിൻ്റെ കാറ്റിനാൽ അലഞ്ഞുഴലുന്ന ശിശുക്കളായിരിക്കാതെ സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ടും ക്രിസ്തുവെന്ന തലയോളം സകലത്തിലും വളരുവാൻ ഇടയാകും. ശരീരം മുഴുവൻ യുക്തമായി ചേർന്ന് ഏകീഭവിച്ച് ഓരോ അംഗത്തിൻ്റെ അതത് വ്യാപാരത്തിനൊത്തവണ്ണം ഉദവി ലഭിപ്പാനുള്ള ഏതു സന്ധിയാലും സ്നേഹത്തിലുള്ള വർധനയ്ക്കായി അവനിൽ നിന്ന് വളർച്ച പ്രാപിക്കണം. പ്രിയമുള്ളവരെ, നമ്മുടെ ഉള്ളിൽ തെറ്റായി തോന്നുന്നത് പിശാചിൻ്റെ ഉള്ളിൽ ശരിയാണ്. ആ ശരിയാണെന്ന് പലരും നിർവഹിച്ച് ജീവിതത്തിൽ തെറ്റായി മാറുന്നതും സമാധാനമില്ലാതായി മാറുന്നതും സന്തോഷമില്ലാതായി മാറുന്നു. പക്ഷഭേദമില്ലാതെ ആ സ്നേഹം ഒരുപോലെ എല്ലാവരുടെ ഇടയിലും ദൈവത്തെ സാക്ഷി നിർത്തി, ക്രൂശിനെ സാക്ഷി നിർത്തി പങ്കുവയ്ക്കുവാനായിട്ട് നമുക്ക് കഴിയണം. മൂന്നാമത്തെ ചിന്ത, സ്നേഹത്താലുള്ള ഐക്യം ക്രിസ്തുവിൻ്റെ ഉപദേശത്താൽ നമ്മുടെ ജീവിതത്തിൽ നിർവഹിക്കപ്പെടേണ്ടതാണ്. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ തമ്മിൽ സ്നേഹിക്കണം. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ആദിമ സഭയിലെ കുടുംബങ്ങൾ ഉപദേശം കേട്ടപ്പോഴാണ് അവർ ദൈവസ്നേഹത്തിൽ നിലനിന്നത്. അവർ ഉപദേശം കേട്ടപ്പോൾ പ്രാർത്ഥന ആരംഭിച്ചു, ഒരുമിച്ച് അപ്പം നുറുക്കി, കുടുംബത്തിൽ ഹൃദയപരമാർത്ഥത പൂണ്ട് ഉല്ലാസം പൂണ്ട് ഭക്ഷണം കഴിച്ചു, ദൈവത്തെ സ്തുതിച്ചു, ദിനം പ്രതി ഒരുമിച്ച് ദൈവാലയത്തിൽ കടന്നുപോയി. തൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് അവൻ്റെ സ്നേഹത്തിൽ പുത്രൻ വസിക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കൽപ്പന പ്രമാണിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ വസിക്കും. ആ സ്നേഹം എല്ലാവരിലും ഇങ്ങനെ ഒഴുകാനിടയാകും.
യോഹന്നാന്റെ സുവിശേഷം 21 അധ്യായത്തിലേക്ക് വരുമ്പോൾ ശീമോൻ പത്രോസിനോട് ചോദിക്കുന്നു, യോഹന്നാന്റെ മകനായ ശീമോനെ, നീ ഇവരിലധികമായി എന്നെ സ്നേഹിക്കുന്നുണ്ടോ? അപ്പോൾ ശീമോൻ പത്രോസ് ആദ്യമൊക്കെയും കർത്താവേ പ്രിയമുണ്ട്, വാത്സല്യമുണ്ടെന്ന് പറയുമ്പോൾ മൂന്നാമത്തെ ചോദ്യത്തിന് മുമ്പിൽ ശീമോൻ പത്രോസ് പറയുകയാണ്, നീ സകലവും അറിയുന്നു. കാപട്യത്തോടുകൂടെയുള്ളൊരു ഉത്തരമാണ് അവിടെ ആദ്യം നൽകിയത്. അത് ദൈവം അവിടെ മനസ്സിലാക്കുകയാണ്. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് ചെയ്താൽ നിങ്ങൾ എൻ്റെ സ്നേഹിതന്മാരാകും. അപ്പോൾ നിങ്ങൾ എന്നിൽ വസിച്ചാൽ ഞാൻ നിങ്ങളിലും വസിക്കും. അപ്പോൾ നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിന്, നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിന്. എന്താണ് ഫലം? ആത്മാവിൻ്റെ ഫലം ഒന്നാമത്തെ ഫലമാണ് സ്നേഹം. ആ സ്നേഹത്തിൻ്റെ ശാഖകളാണ് സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ഇന്ദ്രിയ ജയം, പരോപകാരം, ദയ എന്നിവ. സ്നേഹം നിലനിൽക്കുന്നിടത്ത് സന്തോഷമുണ്ടാകും, സമാധാനമുണ്ടാകും, ദയയുണ്ടാകും, ദീർഘക്ഷമയുണ്ടാകും, പരോപകാരമുണ്ടാകും, ഇന്ദ്രിയ ജയം ഉണ്ടാകും. നിങ്ങൾ തമ്മിൽ സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരെന്ന് എല്ലാവരും അറിയും. സ്നേഹമുണ്ടാകുന്നത് സമാധാനത്തിലൂടെ, ക്ഷമയിലൂടെ, സഹനത്തിലൂടെയാണ്. ഹൃദയത്തിൽ കാഠിന്യം വളർന്നാൽ അത് അഹന്തയായി വളരും. വാശി വളർന്നാൽ അത് വാശിയായി വളരും. കോപം വളർന്നാൽ അത് കോപമായി വളരും. ക്ഷമ വളർന്നാൽ അത് ക്ഷമയായിരിക്കും. സ്നേഹം നഷ്ടപ്പെടും. അതിനു പകരം ആക്രമണവാസന ഉള്ളവരായി തലമുറയായി വളരും. എതിർക്കുന്നവരായി മാറും. ഒന്നിനോടും സമാധാനപ്പെടാത്തവരായി മാറും. ഇന്ന് ഒരുപാട് കുടുംബങ്ങളിൽ ഈ ഒരു അരക്ഷിത അവസ്ഥയുണ്ട്. കോപം വളരുകയാണ്, വാശി വളരുകയാണ്, അഹന്ത വളരുകയാണ്. അത് നിമിത്തം തലമുറകൾ ആക്രമണവാസനയുള്ളവരായും സ്നേഹം തണുത്തുറഞ്ഞവരായും എതിർക്കുന്നവരായും ഒന്നിനോട് സമാധാനപ്പെടാത്തവരായി മാറുകയാണ്. 1 കൊരിന്ത്യർ 13 അധ്യായം 1 മുതൽ 8 വരെയുള്ള വാക്യത്തിൽ സ്നേഹത്തെക്കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ രേഖപ്പെടുത്തുന്നു. ആകയാൽ വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഇത് 3 നിലനിൽക്കുന്നു. ഇവയിൽ വലിയതോ സ്നേഹമാണ്. സ്നേഹത്തെക്കുറിച്ച് പറയുന്നു, സ്നേഹം ദീർഘമായി ക്ഷമിക്കുന്നു, ദയ കാണിക്കുന്നു, സ്പർദ്ധിക്കുന്നില്ല, സ്നേഹം നിഗളിക്കുന്നില്ല, ചീർക്കുന്നില്ല, അയോഗ്യമായി നടക്കുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, ദേഷ്യപ്പെടുന്നില്ല, ദോഷം കണക്കിടുന്നില്ല, അനീതിയിൽ സന്തോഷിക്കാതെ സത്യത്തിൽ സന്തോഷിക്കുന്നു, എല്ലാം പൊറുക്കുന്നു, എല്ലാം വിശ്വസിക്കുന്നു, എല്ലാം പ്രത്യാശിക്കുന്നു, എല്ലാം സഹിക്കുന്നു. സ്നേഹം ഒരു നാൾ ഉതിർന്നു പോകുകയില്ല. ഈ സ്നേഹത്തിൻ്റെ നിർവചനങ്ങൾ നമ്മളെപ്പോഴും പങ്കിടുന്നവരാണ്, ഉള്ളിൽ സ്വരൂപിക്കുന്നവരാണ്. പലപ്പോഴും സ്നേഹം എവിടെയൊക്കെയോ മുറിഞ്ഞു പോകുന്നു, സ്നേഹം എവിടെയൊക്കെയോ സ്പർദ്ധിക്കുന്നു, സ്നേഹം എവിടെയൊക്കെയോ ദയ കാണിക്കാതിരിക്കുന്നു, നിഗളിച്ചു പോകുന്നു, ചീർത്തുകൊണ്ടിരിക്കുന്നു, അയോഗ്യമായി നടക്കുകയാണ്, സ്വാർത്ഥം അന്വേഷിക്കുകയാണ്, ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, ദോഷം കണക്കിട്ടുകൊണ്ടിരിക്കുകയാണ്, സത്യത്തിൽ സന്തോഷിക്കാതെ അനീതിയിൽ സന്തോഷിക്കുന്ന സ്നേഹങ്ങളായി മാറുകയാണ്. ഒന്നും പൊറുക്കുന്നില്ല, ഒന്നും വിശ്വസിക്കുന്നില്ല, ഒന്നും പ്രത്യാശിക്കുന്നില്ല, ഒന്നും സഹിക്കുന്നില്ല. ഈ സ്നേഹം എല്ലായ്പ്പോഴും നശിച്ചുകൊണ്ടിരിക്കുകയാണ്. പൗലോസ് അപ്പോസ്തലൻ നൽകുന്ന ഈ സ്നേഹത്തിൻ്റെ ഉപദേശം ഹൃദയത്തിൽ എടുക്കുന്നവർക്ക് ജീവിത വിജയമാണ്. അവർ അനുഗ്രഹിക്കപ്പെട്ടവരായി മാറും. അവർ സാക്ഷ്യമുള്ളവരായി ജീവിക്കും. ദേശത്തിന് സമാധാനത്തിൻ്റെ കുടുംബമായി മാറും. സാക്ഷ്യത്തിൻ്റെ കുടുംബമായി തീരും. സന്തോഷം വരുത്തുന്ന കുടുംബമായി തീരും. സ്നേഹത്താലുള്ള ഐക്യം ക്രിസ്തുവിൻ്റെ ഉപദേശത്താൽ നമ്മുടെ ജീവിതത്തിൽ നിർവഹിക്കപ്പെടേണ്ട ഒന്നാണ്. കാപട്യമുള്ള സ്നേഹമല്ല ദൈവം ആഗ്രഹിക്കുന്നത്. നദനേലിനെ കുറിച്ച് ദൈവം പറഞ്ഞതുപോലെ, ഇവൻ സാക്ഷാൽ ഇസ്രായേലിൻ, ഇവരിൽ കപടമില്ല. ആത്മാവിൻ്റെ ഫലങ്ങൾ കാപട്യങ്ങളുടെ മുഖംമൂടി അണിയുന്ന കാലഘട്ടങ്ങളിൽ ദൈവവചനത്തിൻ്റെ കൽപ്പനകൾക്കുള്ളിൽ പ്രവേശിക്കുന്നവർ അനുഗ്രഹിക്കപ്പെടും. പക്ഷഭേദമില്ലാതെ ക്രിസ്തുവിൻ്റെ സ്നേഹം, ക്രൂശിൽ നിന്ന് പക്ഷഭേദമില്ലാതെ ആ ക്രൂശിൻ്റെ സ്നേഹം ഒരുപോലെ നമുക്ക് വിളമ്പി തന്നിരിക്കുകയാണ്. ക്രിസ്തുവിൻ്റെ ഉപദേശം കേട്ട് ചെയ്യുന്നവർ അവർ ഫലം കായ്ച്ചു കൊണ്ടിരിക്കും. അവരുടെ ഫലം നിലനിൽക്കും. അങ്ങനെയുള്ളവർ ക്രിസ്തുവിൽ വസിക്കും, ക്രിസ്തു അവരിൽ വസിക്കും. സ്നേഹം നമ്മൾ കൊടുത്തു വാങ്ങണം. സ്നേഹം വില കൊടുത്തു വാങ്ങാൻ കഴിയില്ല. അങ്ങോട്ട് കൊടുക്കുമ്പോഴാണ് തിരിച്ചു കിട്ടുന്നതാണ് സ്നേഹം. നമ്മൾ ദൈവത്തോടായാലും മനുഷ്യരോടായാലും സ്നേഹം അങ്ങോട്ട് കൊടുത്തു വാങ്ങേണ്ട. എന്നെ മാനിക്കുന്നവരെ ഞാൻ മാനിക്കും. സ്നേഹത്തിലും ഐക്യത്തിലും പരസ്പരം യോജിച്ച് വളർന്ന് നല്ല കുടുംബങ്ങളായി കുടുംബത്തിലും സഭയിലും സമൂഹത്തിലും ഒരു തിളങ്ങുന്ന മുത്തുകളായി തീരുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ വചനങ്ങളാൽ സഹായിക്കട്ടെ. ക്രൂശിലേക്ക് നോക്കുമ്പോഴാണ് സ്നേഹത്തിൽ വളരാൻ കഴിയുന്നത്. യേശുവിലേക്ക് നോക്കുമ്പോഴാണ് സ്നേഹത്തിലേക്ക് വളരാൻ കഴിയുന്നത്. ഈ അരക്ഷിതാവസ്ഥകൾ നേരിടുന്ന ഈ കാലഘട്ടത്തിൽ നമുക്ക് യേശുവിലേക്ക് നോക്കി ആ സ്നേഹം പുതുക്കി പ്രാർത്ഥനയോടെ മുന്നോട്ട് പോകാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, സ്നേഹത്തിൽ വസിപ്പാൻ, ഐക്യതയിൽ വസിപ്പാൻ, കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് ഞങ്ങൾ പക്ഷഭേദമില്ലാതെ ദൈവം ക്രൂശിലൂടെ നൽകിയ സ്നേഹത്തെ ഒരുപോലെ ഞങ്ങൾ കുടുംബത്തിലും സഭയിലും ദേശത്തിലും സമൂഹത്തിലൊക്കെ പങ്കുവയ്ക്കുവാൻ, അയൽക്കാരിൽ പങ്കുവയ്ക്കുവാൻ അവിടുന്ന് സഹായിക്കണമേ. കർത്താവേ, ക്രിസ്തുവിൻ്റെ ഉപദേശത്തിൽ നിലനിന്നുകൊണ്ട് ആ സ്നേഹത്തിൻ്റെ ഭാവതലങ്ങളെ വളർത്തിയെടുപ്പാൻ അവിടുന്ന് സഹായിക്കണം. അതിന് സാക്ഷ്യമുള്ളവരായി എന്തും വരെയും ജീവിപ്പാൻ അവിടുന്ന് സഹായിക്കണം. ദൈവമേ, അങ്ങനെ ദർശനമുള്ള ഒരു ജീവിതം നയിപ്പാൻ എല്ലാ പ്രിയമുള്ളവരെയും അവിടുന്ന് സഹായിക്കും. ആ സ്നേഹം വളരുമ്പോൾ ഞങ്ങളുടെ കുടുംബങ്ങളുടെ സൗഖ്യത്തിൻ്റെ ഇടമാകുന്നു, അനുഗ്രഹത്തിൻ്റെ ഇടങ്ങളാകുന്നു, സമാധാനത്തിൻ്റെ ഇടമാകുന്നു, സന്തോഷത്തിൻ്റെ ഇടമാകുന്നു. ആ ഒരു അനുഭവത്തിലേക്ക് നമ്മുടെ കുടുംബങ്ങൾ വളരുവാൻ പരിശുദ്ധാത്മാവ് സഹായിക്കും. ഞങ്ങളുടെ മനോഭാവങ്ങളെ, ചിന്താഗതികളെ ക്രിസ്തുവിൽ പുതുക്കുവാൻ സഹായിക്കും. എല്ലാ മഹത്വം അങ്ങേക്ക് അർപ്പിക്കുമ്പോൾ യേശു മുഖാന്തരം പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. ഗോഡ് ബ്ലസ് യു. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.